ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. അവിടുന്ന് നമ്മൾ മെല്ലെ വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങി നമ്മളെ ചാനലിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്ത് നമുക്കിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ 0 സബ്സ്ക്രൈബ് മുതൽ നമുക്കിങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് കൂടുന്നതിനനുസരിച്ചിട്ട് യൂട്യൂബിൽ നിന്ന് ഓരോ ഫീച്ചർ നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. ഫീച്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് ടൂളുകൾ ലഭിക്കും, അതുപോലെ അവാർഡുകളൊക്കെ ലഭിക്കും സബ്സ്ക്രൈബ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച്. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ടൂളുകൾ, ഫീച്ചേഴ്സുകൾ, അതുപോലെ അവാർഡുകൾ, ഏതെല്ലാം ഓപ്ഷൻസ് എത്രയൊക്കെ സബ്സ്ക്രൈബ് ആകുമ്പോഴാണ് ലഭിക്കുക എന്നുള്ളത് ഒരു ക്രിയേറ്റർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ നമുക്കൊരു ക്രിയേറ്റർക്ക് ഓരോ സബ്സ്ക്രൈബ് കൂടുമ്പോഴും ഏതൊക്കെ ഫീച്ചേഴ്സാണ് ലഭിക്കുക എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ 0 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഉണ്ടാകുക. അങ്ങനെ 0 സബ്സ്ക്രൈബേഴ്സിൽ നമുക്ക് യൂട്യൂബ് കുറച്ച് ഫീച്ചേഴ്സുകൾ തരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നോർമലി നമുക്കറിയാം, ഒരു ചാനൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊക്കെ കഴിയും. പക്ഷേ 0 സബ്സ്ക്രൈബേഴ്സിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയുമ്പോഴും ഫോൺ വെരിഫിക്കേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് കുറച്ച് എക്സ്ട്രാ ടൂളുകൾ നമുക്ക് ലഭിക്കുന്നത്. അതല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, 15 മിനിറ്റിൽ കൂടുതൽ ലെങ്ത്തൊക്കെ ഉള്ള വീഡിയോസ് ചെയ്യാൻ കഴിയുന്നത്. അതവിടെ മാറ്റിവെക്കാം. നമുക്ക് 0 സബ്സ്ക്രൈബേഴ്സിൽ നമുക്ക് കിട്ടുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, @മെൻഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാനൽ മെൻഷൻ ചെയ്യണം. ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നു, അത് എന്നെക്കുറിച്ചാണ് നിങ്ങൾ ആ വീഡിയോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈറ്റിലിൽ ആ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, അതിട്ട ശേഷം എൻ്റെ ചാനൽ നെയിമോ അതല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ഹാൻഡിലോ നിങ്ങൾക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ മെൻഷനായിട്ട് വരുന്നതാണ്, എനിക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ എന്നെക്കുറിച്ച് നിങ്ങളൊരു വീഡിയോയിൽ പരാമർശിച്ച വിവരം എനിക്കവിടെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മറ്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ഇതുപോലെ നോട്ടിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ 0 സബ്സ്ക്രൈബേഴ്സിൽ തന്നെ നിങ്ങൾക്ക് എന്നുള്ള ആ രീതിയിലുള്ള ടൂൾ ഉപയോഗിക്കാൻ കഴിയും. മെൻഷൻ ചെയ്യാൻ, മറ്റ് ക്രിയേറ്റേഴ്സിനെ മെൻഷൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മുമ്പൊക്കെ എന്ന് പറഞ്ഞിട്ട് ചാനലിൻ്റെ നെയിം മാത്രം കൊടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ യൂട്യൂബ് ഹാൻഡിൽ വന്ന ശേഷം നമ്മുടെ യൂട്യൂബ് ഹാൻഡിൽ വഴിയും ആ ഒരു ഹാൻഡിൽ അവിടെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ മറ്റ് ക്രിയേറ്റേഴ്സിനെ ഈ ഒരു മെൻഷൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കൂടാതെ 0 സബ്സ്ക്രൈബേഴ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു ടൂളാണ് കമ്മ്യൂണിറ്റി ടാബ് എന്നുള്ളത്. മുമ്പൊക്കെ കമ്മ്യൂണിറ്റി ടാബ് ലഭിക്കണമെങ്കിൽ 1000 സബ്സ്ക്രൈബർ, പിന്നെ അത് കുറച്ച് 500 സബ്സ്ക്രൈബറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 0 സബ്സ്ക്രൈബേഴ്സിൽ ആ ഒരു കൗണ്ടിൽ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ടാബ് എനേബിൾ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത് എന്തിനുപയോഗിക്കുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മുടെ ചാനലിൻ്റെ വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂട്ടാൻ കഴിയുന്ന ഒരു ടൂളാണ് കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറയാം. നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്ത് ഇതുപോലെ ചാനലിൻ്റെ പേജ് എടുത്ത് വീഡിയോസ് ഇങ്ങനെ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിറ്റി ടാബ് എന്നുള്ളൊരു ടാബ് നിങ്ങൾക്ക് കാണാം. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഫോട്ടോസുകൾ ഷെയർ ചെയ്യാം, പോൾ രേഖപ്പെടുത്താം, അങ്ങനെ മറ്റ് നിങ്ങൾ ചെയ്ത വീഡിയോസിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഉടനെ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് അവിടെ പറയാം. അപ്പോൾ നമ്മളെ ഓഡിയൻസുമായിട്ട് എപ്പോഴും ഇൻറ്ററാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ടൂളാണ് കമ്മ്യൂണിറ്റി ടാബ് എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷനും 0 സബ്സ്ക്രൈബേഴ്സിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് 0 സബ്സ്ക്രൈബേഴ്സിൽ ലഭിക്കുന്ന ഒരു ഫീച്ചറാണ് തംബ്നെയിൽ ആഡ് ചെയ്യാമെന്നുള്ളത്. കസ്റ്റം തംബ്നെയിൽ, അതായത് യൂട്യൂബിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് വരുന്നതിന് പുറമെ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു പിക്ചർ നമുക്ക് തംബ്നെയിലായിട്ട് ആഡ് ചെയ്യാം. ഇത് 0 സബ്സ്ക്രൈബേഴ്സിൽ ലഭിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫോൺ വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫോൺ നമ്പർ വഴി നമ്മൾ വെരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു തംബ്നെയിൽ അല്ലെങ്കിൽ ഈ 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ കഴിയുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു അഡീഷണൽ ഫീച്ചർ നമുക്ക് ലഭിക്കുന്നത് ഫോൺ വെരിഫിക്കേഷൻ ചെയ്താലാണ്. ഇതും നമുക്ക് 0 സബ്സ്ക്രൈബേഴ്സിൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ, നല്ല വീഡിയോസൊക്കെ ചെയ്ത് തംബ്നെയിലൊക്കെ
ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വീഡിയോ ചെയ്ത് വരുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് കൗണ്ട് കൂടുന്നതാണ്. അങ്ങനെ കൂടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് ലൈവ്. മൊബൈലിൽ ലൈവ് പോകാൻ കഴിയും. ആ ഒരു ഫീച്ചർ നമുക്കൊരു 50 സബ്സ്ക്രൈബർ ആകുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. പലർക്കും അതിന് മുന്നേ തന്നെ എനേബിൾ ആയിട്ട് ലഭിക്കുന്നുണ്ട്, ചിലരൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. എന്തായാലും ചാനലിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ലൈവ് ഓപ്ഷൻ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പണ്ടൊന്നും അങ്ങനെ ലഭിച്ചിരുന്നില്ല. സബ്സ്ക്രൈബ് കൗണ്ട് ഒരുപാട് കൂടിയേ കഴിഞ്ഞാൽ മാത്രമായിരുന്നു ലൈവൊക്കെ പോകാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ അത് വളരെ നേരത്തെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 500-ൽ എത്തിക്കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂള് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ഏൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ കാണാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം 500 സബ്സ്ക്രൈബേഴ്സും അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു 3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 3000 വാച്ച് ടൈം ലാസ്റ്റ് 365 ഡേയ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ 3 മില്യൺ ഷോർട്സ് വ്യൂസ് ലാസ്റ്റ് 90 ദിവസത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഹാഫ് മോണിറ്റൈസ് ചെയ്യാൻ കഴിയും. ഹാഫ് മോണിറ്റൈസ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ഓൺ ആയി എന്ന് പറയാം, പക്ഷെ ഒരിക്കലും പരസ്യത്തിലൂടെ ആയിരിക്കില്ല നമുക്ക് വരുമാനം ലഭിക്കുന്നത്. സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ്, മെമ്പർഷിപ്പ്, ഇതിലൂടെയൊക്കെ നമുക്ക് റവന്യൂ നേടാൻ കഴിയും. പക്ഷെ നമ്മുടെ വീഡിയോയിൽ പരസ്യങ്ങൾ കാണിച്ചിട്ടുള്ള വരുമാനം നമുക്ക്, അതായത് വാച്ച് പേജ് ആഡ്സ് എന്ന് പറയുന്ന ടൂൾ നമുക്ക് അവിടെ ലഭിക്കുന്നതല്ല. 500 സബ്സ്ക്രൈബറും 3 മില്യൺ ഷോർട്സ് വ്യൂസ് അതല്ലെങ്കിൽ 3000 വാച്ച് ടൈം ലാസ്റ്റ് 365 ഡേയ്സിൽ കംപ്ലീറ്റ് ആണെങ്കിൽ ചാനൽ മെമ്പർഷിപ്പ്, സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ് പോലെയുള്ള ടൂളുകൾ, മോണിറ്റൈസേഷൻ ടൂളുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഏൺ എന്നുള്ള പേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നറിയാം. അങ്ങനെ കംപ്ലീറ്റ് ആണെങ്കിൽ 500 സബ്സ്ക്രൈബ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൂള് ലഭിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീണ്ടും വീഡിയോസ് നന്നായിട്ട് ചെയ്യുന്നു. 500 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് കൂടി 1000 സബ്സ്ക്രൈബേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഫുള്ളി മോണിറ്റൈസ്ഡ് ചെയ്യാൻ നമുക്ക് കഴിയും. അതായത് വാച്ച് പേജ് ആഡ്സ് എനേബിൾ ചെയ്യാൻ കഴിയും. അതിന് 1000 സബ്സ്ക്രൈബേഴ്സിൽ എത്തുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ഏൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനോട് കൂടെ 4000 വാച്ച് അവർ ലാസ്റ്റ് 365 ഡേയ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആണ്. അതല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് ലാസ്റ്റ് 90 ഡേയ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ കഴിയും. അതായത് നമ്മുടെ വീഡിയോസിൽ പരസ്യങ്ങൾ റൺ ചെയ്യാൻ കഴിയും. അതിലൂടെ നമുക്ക് റവന്യൂ നേടാൻ കഴിയുമെന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിന് 1000 സബ്സ്ക്രൈബർ എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ 1000 സബ്സ്ക്രൈബറൊക്കെ ആയി നമ്മൾ മോണിറ്റൈസേഷനൊക്കെ ചെയ്ത് വീണ്ടും നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നു. 1000, 2000 ആയി, 10000 ആയി, 25000 അങ്ങനെ പോയി 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാലാണ് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. 1 lakh സബ്സ്ക്രൈബ് കൗണ്ട് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സിൽവർ പ്ലേ ബട്ടൺ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഇമെയിൽ വരും, നമ്മളത് എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ട് അതിലൊരു കോഡൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അവർ പറയുന്ന ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ആ കോഡൊക്കെ കൊടുത്ത് നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ID പ്രൂഫൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ അവർ അയച്ചു തരുന്നതാണ്. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഏതൊരു ക്രിയേറ്ററും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരു സിൽവർ പ്ലേ ബട്ടൺ എന്നുള്ളത്. അപ്പോൾ ഇത് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ 1 lakh സബ്സ്ക്രൈബർ ആകണം എന്നുള്ളതാണ്. 1 lakh സബ്സ്ക്രൈബ് കൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സിൽവർ പ്ലേ ബട്ടൺ ആണ് ലഭിക്കുന്നത്. ഇതിനോട് കൂടെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, 1 lakh നമ്മൾ സബ്സ്ക്രൈബ് കൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെരിഫിക്കേഷൻ, ഒരു ബാഡ്ജ് ഉണ്ടാവും നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ഇതുപോലെ ഒരു ടിക്ക് ബട്ടൺ, ഇതും നമ്മുടെ ചാനൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. ഇതിനും നമുക്ക് 1 lakh സബ്സ്ക്രൈബ് കൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു വെരിഫിക്കേഷൻ ബാഡ്ജ് നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ യൂട്യൂബിൻ്റെ യാത്ര ഇവിടെയും അവസാനിക്കുന്നില്ല. 1 lakh സബ്സ്ക്രൈബറായി നമ്മൾ വീണ്ടും വീഡിയോസൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ 5 ലക്ഷമൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് 10 ലക്ഷം സബ്സ്ക്രൈബർ, 1 മില്യൺ സബ്സ്ക്രൈബ് കൗണ്ട് നമ്മുടെ ചാനലിൽ ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ ലഭിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് ലഭിച്ചത് കണ്ടിട്ടുണ്ടാകും. അങ്ങനെ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഗോൾഡ് പ്ലേ ബട്ടൺ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് നേരത്തെ പറഞ്ഞ സിൽവർ പ്ലേ ബട്ടൺ പോലെ തന്നെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അവാർഡാണെന്ന് പറയാം ഗോൾഡൻ പ്ലേ ബട്ടൺ എന്നുള്ളത്. ഇത് തന്നെ നമ്മൾ 10 മില്യൺ കഴിഞ്ഞ് 50 മില്യണിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റൂബി ക്രിയേറ്റർ അവാർഡ് എന്ന് പറയും. ഇതുപോലെയുള്ളൊരു അവാർഡ്
നമുക്ക് ലഭിക്കുന്നതാണ്. 50 മില്യൺ ആയി കഴിഞ്ഞാൽ അവിടെയും യൂട്യൂബ് നിർത്തുന്നില്ല. നമ്മുടെ യൂട്യൂബ് വീണ്ടും വളർന്ന് 100 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു അവാർഡാണ് റെഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ എന്നുള്ളത്. ഇതുപോലൊരു ഒരു മൊമെൻറ്റോ നമുക്ക് ലഭിക്കുന്നതാണ്, പ്ലേ ബട്ടൺ നമുക്ക് ലഭിക്കുന്നതാണ്. ഒരുപാട് ചാനൽ ഈ 100 മില്യണൊക്കെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ കിട്ടുമോ എന്നുള്ളതൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അതൊക്കെ ചുമ്മാതാണോ എന്നുള്ളത്. ഇത്രയും അവാർഡുകളൊക്കെ നേടിയ ഒരുപാട് ചാനലുകളുണ്ട്. ടെലി സീരീസും എന്നൊക്കെ നമ്മൾ ഈ ഹിന്ദി സോങ്സൊക്കെ കാണുന്ന ചാനലുകളുണ്ടല്ലോ നമ്മൾ ഇന്ത്യയിൽ തന്നെ, അതുപോലെയുള്ള ചാനലുകളൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബ് കൗണ്ട് വെച്ചിട്ടുള്ള ഫീച്ചേഴ്സുകളും അവാർഡുകളും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെയുള്ള അവാർഡുകളൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ. അതിനായിട്ട് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ 1000 10,000 സബ്സ്ക്രൈബേഴ്സിന് ലഭിക്കുന്ന ബുദ്ധിമുട്ടൊന്നും അതിനപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമില്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ചാനൽ റീച്ചായവരോട് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചാനലിൻ്റെ ഗ്രൗണ്ട് സ്റ്റേജിലാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പകുതിക്കൊക്കെ വെച്ച് നിർത്തേണ്ടി വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.